ഹലോ വ്യൂവേഴ്സ്, ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഉഴുന്ന് വെച്ച് ഒരു ചെറിയ വൈകുന്നേരത്തേക്ക് ചായയ്ക്ക് ഒരു സ്നാക്സാണ് കേട്ടോ. ആദ്യം തന്നെ ഒരു കപ്പ് ഉഴുന്ന് എടുത്ത് ഞാൻ വെള്ളത്തിൽ ഇട്ട് നന്നായി 2 പ്രാവശ്യം ഒരു 3 പ്രാവശ്യം നന്നായിട്ട് കഴുകി എടുത്തിട്ട് പിന്നെ ഞാനത് ഒരു 4 മണിക്കൂർ അത് കുതിരാൻ വെക്കുകയാണ് കേട്ടോ. അത് കുതിർന്നു കഴിഞ്ഞ ശേഷം നമുക്കത് അരച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ നമ്മളത് കുതിരാൻ വയ്ക്കാം. വൈകുന്നേരത്തെ ചായക്ക് അല്ലെങ്കിൽ വൈകുന്നേരത്തെ ഡിന്നറിനൊക്കെ നന്നായി കഴിക്കാം. നമുക്കത് ഒരു 4 മണിക്കൂർ കഴിഞ്ഞ ശേഷം അതെടുത്തിട്ട് ഞാൻ വെള്ളമൊക്കെ ഒന്ന് വാലാൻ വെച്ചിരിക്കുക, അത് സ്ട്രെയിൻ ചെയ്യാൻ വെച്ചിരിക്കുക കേട്ടോ. വെള്ളമൊക്കെ പോയി കഴിഞ്ഞ ശേഷം നമുക്കതെടുത്ത് ഗ്രൈൻഡറിലിട്ട് അരയ്ക്കേണ്ടതാണ്. ഇതതിൻ്റെ ഇൻഗ്രീഡിയൻസാണ്, ഞാനതിൽ ചേർക്കാൻ പോകുന്ന ഇൻഗ്രീഡിയൻസാണ് ഇപ്പം ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു മിക്സി ജാർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ വെള്ളം വാലാൻ വെച്ചിരുന്ന ആ ഉഴുന്നെടുത്ത് ഇട്ട് കഴിഞ്ഞ ശേഷം അതിലൊട്ടും വെള്ളം പാടില്ല, അതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങനെ വാലാൻ വെച്ചത്. പക്ഷേ അതിൻ്റെ കൂടെ ഞാനൊരു ശരിക്കും അത് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വാട്ടർ ഞാൻ അതിൻ്റെ അകത്ത് ഒഴിച്ചിട്ട് ചെറുതായിട്ട് ഒന്ന് അരച്ചരച്ച് എടുത്തു കേട്ടോ. ഇങ്ങനെയൊക്കെ അധികം തീരെ ഒന്ന് അരഞ്ഞ് കിട്ടണ്ട, കുറച്ചൊരു തരിതരി ഇരുന്നാലും കുഴപ്പമില്ല. കുറച്ച് തരിതരി ഉണ്ട് ഇതിൽ, ഞാനിപ്പോൾ അരച്ചെടുത്തതിൽ. 2 ടേബിൾ സ്പൂണിൽ കൂടുതൽ വെള്ളം നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഒഴിക്കരുത്, അത്രയും മതി. അത് കഴിഞ്ഞ ശേഷം ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റിക്കഴിഞ്ഞ ശേഷം അത് നല്ലോണം വിസ്ക് വെച്ച് ഞാൻ നല്ലോണം അത് അടിച്ചെടുക്കുകയാണ്. അതെന്തെന്ന് വെച്ചാൽ ആ ബാറ്റർ നന്നായിട്ട് പൊങ്ങി വരണം, വെറും ഉഴുന്ന് മാത്രമല്ലേ അത്. അപ്പോൾ അത് നന്നായി ഇങ്ങനെ നമ്മൾ അടിക്കുന്ന സമയത്ത് ഈ വിസ്ക് വെച്ച് നമ്മളിങ്ങനെ അടിക്കുന്ന സമയത്ത് നല്ലോണം പൊങ്ങി വരും, നല്ല തിക്കായിട്ട്. കണ്ടില്ലേ, കുറച്ച് നേരം എടുക്കും, ഒരു 4-5 മിനിറ്റ് എടുക്കും. നന്നായിട്ട് അടിക്കണം. അടിച്ചു കഴിഞ്ഞ ശേഷം നന്നായി പൊങ്ങി വരും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പ്, ഒരേ ഒരു ടീസ്പൂൺ ഉപ്പ് ഞാൻ ആഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം നല്ലോണം അടിച്ചെടുക്കുക കേട്ടോ. ഞാൻ കുറച്ച് നേരം സമയമെടുത്ത് അടിച്ചു നല്ലോണം. പിന്നെ അത് കഴിഞ്ഞ ശേഷം നമ്മുടെ നൈസ് അരിപ്പൗഡർ ഉണ്ടല്ലോ, അരിപ്പൊടി, അതൊരു 2 ടേബിൾ സ്പൂണ് ഇതിലേക്ക് ആഡ് ചെയ്തു. ഇത് നന്നായി ഇളക്കിയെടുക്കുക. അത് കഴിഞ്ഞ ശേഷം ഞാൻ ഒരു മീഡിയം സൈസ് സവാള പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതിൽ നിന്ന് കുറച്ചെടുത്ത് ഞാൻ ഇടുക കേട്ടോ. ഒരു മീഡിയം സൈസ് സവാള മതി പൊടിയായിട്ട് അരിഞ്ഞത്. പിന്നെ ഒരു 4 പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞത്, പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ കരിവേപ്പില, പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്കിനി മല്ലിയില ഇടേണ്ടതാണ്. കുറച്ച് ഇഞ്ചി 1 ടീസ്പൂൺ പൊടിയായിട്ട് അരിഞ്ഞത്, അതും അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം കുറച്ച് ഉപ്പ്, അതിന് സവാളയ്ക്ക് വേണ്ടിയുള്ള കുറച്ച് ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണേ, എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. അത് കഴിഞ്ഞ ശേഷം ആ മല്ലിയില, കൊറിയൻഡർ ലീഫ് ഞാൻ പൊടിയായിട്ട് അരിഞ്ഞെടുക്കുകയാണ്. ചെറുതായിട്ട് അരിയണം, കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് അതിലേക്ക് ആഡ് ചെയ്യുവാണ്. എല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നല്ല തിക്ക് ബാറ്ററായിട്ടാട്ടോ വരുന്നത്. നമ്മൾ വേറെ വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല, 2 ടേബിൾ സ്പൂൺ വെള്ളം മാത്രം നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച് ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ ചെറുതായിട്ട് എടുത്ത് സ്പൂണിൽ കോരി ഒഴിച്ചെടുക്കുകയാണ്. നല്ല തിക്കാണത്, കുറച്ചിടാൻ പാടാം. നമുക്ക് കൈ കൊണ്ട് എടുത്തിടാം, എളുപ്പത്തിന് വേഗം കൈ കൊണ്ട് എടുത്തിടാം. കൈ കുറച്ച് വെള്ളത്തിൽ നനച്ചിട്ട്
ചെറിയ 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 ഇതായിട്ട് എടുത്തങ്ങ് ഇട്ടാൽ മതി. സ്റ്റൗവ് മീഡിയം ഫ്ലെയിമിലും ഹൈ ഫ്ലെയിമിലുമായിട്ട് വെക്കണം കേട്ടോ. തീരെ ലോ ഫ്ലെയിമിൽ നമ്മൾ ഇടണ്ട, മീഡിയം ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ. ഒരു 3 നിമിഷം നന്നായിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ട് വറുത്ത് നമ്മൾ കോരിയെടുക്കണം. ഇതെല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ, നന്നായിട്ടുണ്ടാകും, നല്ല ടേസ്റ്റായിട്ടുണ്ടാകും. ആവശ്യമെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾ അരിപ്പൊടി അതിലേക്ക് ആഡ് ചെയ്തോളൂ കേട്ടോ. ഉഴുന്നുവട റെഡി ആയിട്ടുണ്ട് കേട്ടോ. എന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.